നമസ്കാരം. മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ഒരു ചർച്ചയിൽ നമ്മൾ ഈ നീലക്കുറുക്കന്റെ കൂവലിനെ കുറിച്ച് പറഞ്ഞിരുന്നു. കുറുക്കൻ കൂവലും കഴിഞ്ഞ് അതിനപ്പുറത്തേക്ക് ഒരു വെറുപിടിച്ച രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് മാധ്യമങ്ങൾക്ക് നേരെ കടക്കുപുറത്ത് മുതൽ ഇങ്ങോട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ മാധ്യമങ്ങളുമായിട്ട് അത്ര നല്ല രസത്തിലൊന്നും അല്ല. പക്ഷെ ഇടക്കാലത്ത് മാധ്യമങ്ങൾക്ക് മുൻപിലൊന്ന് ചിരിക്കുകയും അവരോട് സൗഹൃദം പങ്കിടാനൊക്കെ ശ്രമിക്കുന്ന ഒരു പിണറായിയെ നമ്മൾ കണ്ടു. പക്ഷെ വീണ്ടും കയ്യിൽ നിന്ന് പോയി. കഴിഞ്ഞ ദിവസം ഈ അളമുട്ടിയാൽ ചേരയും കടിക്കുമെന്ന് പറയുന്നത് പോലെ ഇതുവരെ മാധ്യമങ്ങൾ അധികം പിണറായിയെ ഒന്നും ചോദ്യം ചെയ്യാതിരുന്ന മാധ്യമങ്ങൾ പക്ഷേ ഇന്നിപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അതിശക്തമായി ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. CM ഇത് മോശമാണ് എന്നുള്ള തരത്തിലേക്ക് പറഞ്ഞുകൊണ്ടുള്ള വിമർശനങ്ങൾ. അപ്പോൾ അത് പിണറായിയുടെ ആ ഒരു ആധിപത്യത്തെ എതിർത്തുകൊണ്ട് പല കോണിൽ നിന്ന് പല രീതിയിലുള്ള എതിർപ്പുകൾ പ്രകടമായി തന്നെ പുറത്തേക്ക് വരികയാണ്. ഞാൻ ഈ മോഹൻലാൽ ശ്രീനിവാസൻ സിനിമയിലെ എത്ര വേണേലും അടിച്ചു എന്ന് പറഞ്ഞ് ശ്രീനിവാസൻ മോഹൻലാലിനോട് പറയുന്ന ഒരു രംഗമുണ്ട്. സമാനമായ തലത്തിലായിരുന്നു കഴിഞ്ഞ കുറേ ദിവസമായിട്ട് ഉള്ള യൂട്യൂബർമാർക്ക് ചാനൽ മാധ്യമ പ്രവർത്തകർക്കുമൊക്കെ അഭിമുഖത്തിന് അവസരം നൽകി എന്ത് വേണം ചോദിച്ചോ എന്ന മട്ടിൽ നിൽക്കുകയാണ്. പക്ഷേ ഇന്നലെയാണ് ചില യാഥാർത്ഥ്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ അഭിമുഖത്തിന് ചെന്നവർക്കെല്ലാം കൃത്യമായി ഇൻസ്ട്രക്ഷൻ ഉണ്ടായിരുന്നു. ഇന്ന ചോദ്യങ്ങളെ ചോദിക്കാവുള്ളൂ, ഇന്ന ഭാഗത്തിലൂടെ നിങ്ങൾ നീങ്ങാവുള്ളൂ എന്നുള്ള ഒരു. അപ്പോൾ നമ്മൾ കരുതിയ എത്ര വേണേലും അടിച്ചു എന്നൊക്കെ പറയുന്നത് വെറുതെ. ഈ ഹിറ്റ്ലർ ഇതുമായിട്ട് ബന്ധമൊന്നുമില്ല, അതൊരു മറ്റൊരു കഥയാണ്. ഹിറ്റ്ലറുടെ അവസാന കാലഘട്ടം ഒരുപാട് ക്രൂരതകളൊക്കെ ചെയ്ത് നമുക്കറിയാം ഹിറ്റ്ലറുടെ ഒരു ജീവിതം. ഒടുവിൽ തൻ്റെ വലിയ കൊട്ടാരത്തിന് താഴെ ഒരു ഭൂഗർഭ ബങ്കറിലായിരുന്നു അവസാന നാളുകൾ. ദിവസങ്ങളോളം ബങ്കറിൽ കഴിഞ്ഞു. മുകളിൽ റഷ്യൻ പട്ടാളം ഈ കൊട്ടാരവും അനുബന്ധ കെട്ടിടങ്ങളും ഒക്കെ ഉണ്ട്. അത് മുഴുവൻ ഈ ബോംബിട്ട് തകർത്ത് ഒന്നുമില്ല, എല്ലാം ശുഷ്കിച്ചു പോകുന്നു. ഭൂഗർഭ അറയിലിരിക്കുന്ന ഹിറ്റ്ലറിന് ഈ മുകളിൽ ബോംബിങ്ങിൻ്റെയും പീരങ്കി ഷെല്ലുകളുടെയും ഒക്കെ ശബ്ദമാണ് കേൾക്കുന്നത്. ഇതൊരു രഹസ്യ ബങ്കറാണ്. ആ ബങ്കറിലേക്ക് ഹിറ്റ്ലർ ഒളിക്കുമ്പോൾ ഹിറ്റ്ലർക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു, തൻ്റെ സൈന്യം എവിടെ നിന്നെങ്കിലും പാഞ്ഞെത്തി തന്നെ രക്ഷപ്പെടുത്തി കൊണ്ടുപോകുമെന്ന്. പക്ഷെ അവരെത്തുന്നില്ല. ആദ്യ ദിവസങ്ങളിലൊക്കെ പിടിച്ചു വന്നു. പിന്നീട് ഹിറ്റ്ലർ വിറയ്ക്കാൻ തുടങ്ങി. ഒരു കൈ വിറയിൽ മറയ്ക്കാൻ മറുകൈ കൊണ്ട് ഈ കൈയെ ബലമായി പിടിക്കുന്നു. മുഖമൊക്കെ വരിഞ്ഞുകൂടി, മുഖത്തിൻ്റെ രൂപഭാവാദികൾ മാറി, ഭയം വേട്ടയാടി. കൈ വിറയ്ക്കുക മാത്രമല്ല, ഈ ഭിത്തിയുടെയൊക്കെ വിടവിൽ പോയി മുഖം ഒളിപ്പിച്ച് വയ്ക്കുക. ഇത് വല്ലാത്തൊരു രീതിയാണ്. സാധാരണ ഹിറ്റ്ലർ അധികം ഒന്നും ചിരിക്കാറില്ല. പക്ഷേ അവസാനം ഇവയെ വിവാഹം കഴിക്കണമെന്നുള്ള ആഗ്രഹം. വിവാഹം കഴിച്ച് വിവാഹ സൽക്കാരത്തിനെത്തും. തൊട്ടടുത്ത ദിവസം ആത്മഹത്യയാണ്. പക്ഷെ അന്ന് വിവാഹ സൽക്കാരത്തിനിടയിൽ പൊട്ടിച്ചിരിക്കുന്നു. പെട്ടെന്ന് തന്നെ വെപ്രാളം പിടിച്ച് വിഷണ്ണനായിരിക്കുന്നു. അങ്ങനെയുള്ള ഒരു ഹിറ്റ്ലറുടെ ഭാവാദികൾ ഹിറ്റ്ലറുടെ ഡോക്ടർ പിന്നീട് വിവരിച്ചിട്ടുണ്ട്. ഹിറ്റ്ലറുടെ അവസാന കാലഘട്ടത്തിലെ ചില രംഗങ്ങൾ. ഇതേ ഹിറ്റ്ലർ അഹങ്കാരിയായിരുന്നൊരു കാലഘട്ടമുണ്ട്. ആ കാലഘട്ടത്തിലെ ഒരു കഥയും ഇതുകൂടെ നമ്മളൊന്ന് ചേർത്ത് വെക്കണം. അന്ന് ഹിറ്റ്ലറുടെ ക്യാബിനറ്റ് നടക്കുകയാണ്. ക്യാബിനറ്റ് യോഗത്തിലേക്ക് ഹിറ്റ്ലർ പോകുമ്പോൾ കയ്യിലൊരു കോഴിയെ പിടിച്ചുകൊണ്ടാണ് ഹിറ്റ്ലർ പോകുന്നത്. ഈ കോഴിയുടെ തൂവലുകൾ ഇങ്ങനെ പറിച്ചെറിയുകയാണ്. അപ്പോൾ പരിചാരകർ തൂവലിലൊക്കെ തൂത്തുവാരി എടുക്കുന്നു. ജീവനുള്ള കോഴി മരണവിപ്രാളത്തിൽ പിടയ്ക്കുകയാണ്. അങ്ങനെ ഈ തൂവലുകൾ ഓരോന്നായി പിഴുതെടുക്കുകയാണ് ജീവനുള്ള കോഴിയുടെ ശരീരത്തിൽ നിന്ന്. അപ്പോൾ ഈ ക്യാബിനറ്റിലെ മറ്റംഗങ്ങൾക്കൊന്നും ഹിറ്റ്ലറെ വിലക്കാൻ കഴിയില്ല. ആ കോഴിക്ക് വേദന ഉണ്ടാവില്ല എന്ന് പരിഭ്രമത്തോടെ അവർ ചോദിക്കുന്നു. അത് ഭയപ്പെട്ടാണ്. ഹിറ്റ്ലർ അതൊന്നും വകവയ്ക്കുന്നില്ല. ഈ കോഴിയുടെ കഴുത്ത് ഹിറ്റ്ലറുടെ കഷത്തില ഈ മുഴുവൻ തൂവലും പറിച്ചെറിഞ്ഞു. അവസാനത്തെ ഈ കോഴിയുടെ ചെറു രോമങ്ങളുണ്ട്, അതും പറിച്ചെടുത്ത് കോഴിയെ നിലത്തേക്ക് ഇട്ടു. കോഴി ഇങ്ങനെ മരണവെപ്രാളത്തിൽ കിടന്ന് പിടയ്ക്കുക. ഹിറ്റ്ലർ തൻ്റെ പോക്കറ്റിൽ നിന്ന് കുറച്ച് ധാന്യം എടുത്ത് താഴേക്കിട്ട് കോഴി കൊത്തി തിന്ന് അതിൻ്റെ മരണവെപ്രാളവും അതിൻ്റെ വലിയ വിശപ്പും കോഴിയുടെ. പെട്ടെന്ന് കോഴി ദയനീയമായിട്ട് ഹിറ്റ്ലറുടെ കയ്യിലേക്ക് നോക്കുക. അപ്പോൾ വീണ്ടും കുറച്ച് ധാന്യം എടുത്ത് ഈ കോഴിയുടെ നേർക്ക് കാണിച്ചു. കോഴി നടന്ന് ഹിറ്റ്ലറുടെ അടുക്കൽ വന്നിട്ട് ഈ ധാന്യം കൊത്തി തിന്നുന്നു. പിന്നീട് അനുസരണയോടെ ഹിറ്റ്ലറിൻ്റെ സൈഡിൽ വന്നിരിക്കുന്നു. ഹിറ്റ്ലർ വീണ്ടും ഇത്തിരി ധാന്യം ഇട്ട് കൊടുക്കുന്നു. അങ്ങനെ ക്യാബിനറ്റ് അംഗങ്ങൾക്ക് വലിയ അത്ഭുതമായി. ഹിറ്റ്ലർ പറഞ്ഞു, ഇതുപോലെയാണ് നമ്മുടെ ജനങ്ങൾ. അവരെ നമ്മൾ ഈ 4.5 വർഷം പരമാവധി അവരുടെ പപ്പും കൂടെ പറിച്ചെടുക്കുക. അവസാനം കുറച്ച് ധാന്യം ഇട്ട് കൊടുത്താൽ ഇതുങ്ങൾ നമ്മുടെ കൂടെ നിൽക്കും. അപ്പം ഇത് ജനാധിപത്യവുമായി ചേർത്ത് വയ്ക്കേണ്ട ഒരു ചക്രവർത്തിയുടെ കഥയാണ്. ചക്രവർത്തി എന്ന് നമുക്ക് ഹിറ്റ്ലറെ വിളിക്കാൻ പാടില്ല. അയാളൊരു ഏകാധിപതിയാണ്, സ്വേച്ഛാധിപതിയാണ്. പക്ഷെ ആ സ്വേച്ഛാധിപതി
അവിടെ ജനാധിപത്യം മരിച്ചപ്പോൾ പകരം ചില അധികാര കേന്ദ്രങ്ങൾ ഉയർത്തെഴുന്നേറ്റപ്പോൾ, ശക്തി ഉദയം ചെയ്തപ്പോൾ ദ്രവിച്ചു വീഴുന്ന കാഴ്ച മറുവശത്ത്. ഇതാണൊരു ജനാധിപത്യത്തിൻ്റെയും സ്വേച്ഛാധിപത്യത്തിൻ്റെയും വിരുദ്ധ കാഴ്ചകൾ. ഇതൊരു വശത്ത് നമുക്ക് ഈ കഥകൾ മനുഷ്യരാശിയുടെ മുന്നിൽ എപ്പോഴും ഉണ്ട്. ഹിറ്റ്ലറെക്കുറിച്ച് എഴുതപ്പെട്ടതോ നമ്മൾ കേൾക്കുന്നതോ ആയ ചരിത്രം യാഥാർത്ഥ്യമുള്ളതാണോ എന്ന് നമുക്കിപ്പോൾ നിർവചിക്കുകയോ. കാരണം ഹിറ്റ്ലറുടെ മരണത്തിന് ശേഷം ഹിറ്റ്ലറുടെ കഥ പറയാൻ അയാൾക്കാരും ഉണ്ടായില്ല. ഹിറ്റ്ലറുടെ കഥ എഴുതിയത് അമേരിക്കയും ബ്രിട്ടനും അയാളെ അന്ന് എതിർത്തിരുന്ന സോവിയറ്റ് റഷ്യയും ഒക്കെ ചേർത്താണ്. അതുകൊണ്ട് അയാളുടെ കഥ പിന്നീട് പുറത്തേക്ക് വന്നിട്ടില്ല. ഹിറ്റ്ലർ അസ്തമിച്ചു, പക്ഷേ ജൂതന്മാരെ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ കൊന്നൊടുക്കിയ ഹിറ്റ്ലറുടെ കഥ നമ്മൾ പിന്നീട് ഭീതിയോടെ വായിച്ചു. പക്ഷേ അയാൾ ഒരിക്കലും മരണം നേർക്ക് നേർ കാണാൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല എന്നാണ് പിന്നീട് നമ്മൾ മനസ്സിലാക്കുന്നത്. കോൺസെൻട്രേഷൻ ക്യാമ്പ് അയാൾ സന്ദർശിച്ചിരുന്നില്ല, പക്ഷേ അനേക ലക്ഷങ്ങളെ കൊല്ലാൻ അയാൾ ഉത്തരവിട്ടു. ഒടുവിൽ ഒരു ഹിറ്റ്ലർ സ്വേച്ഛാധിപതി എന്ന ഒരു രൂപത്തിൽ ലോകത്തിന് മുന്നിൽ ഒരു ഭീതി പടർത്തി ഒരോർമ്മയായി. ഇത്തരം ഭീതിയിൽ നിന്നാണ് പലപ്പോഴും ജനാധിപത്യത്തെ നമ്മൾ കശാപ്പ് ചെയ്ത് സ്വേച്ഛാധിപത്യം വളരുന്നത്. സ്വേച്ഛാധിപത്യം എപ്പോഴും ഒരു ഭരണ തുടർച്ചയാണ്. ഒരു ഏകാധിപത്യം, സ്വേച്ഛാധിപത്യം എന്നൊക്കെ പറയുന്നത് ഭരണ തുടർച്ചയാണ്. അത് ഫാസിസം എന്ന ഒരു വാക്കിലേക്ക് നമുക്കതിനെ കൊണ്ടുവരാൻ കഴിയും. യഥാർത്ഥ സ്വേച്ഛാധിപതികൾ ഒരിക്കലും ജനാധിപത്യം ഇഷ്ടപ്പെടുന്നില്ല. അവർ തങ്ങളുടെ തുടർച്ചയാണ്, തങ്ങളുടെ തലമുറകളുടെയും തുടർച്ച ആഗ്രഹിക്കുന്നു. തങ്ങളുടെ മുഖം മാത്രമേ അവർ ഉയർത്തിക്കാട്ടൂ, മറ്റൊരാളുടെ മുഖം അവിടെ സ്ഥാനമില്ല. അപ്പോൾ ഏതെങ്കിലും ഒരു നാട്ടുരാജ്യത്ത് അതിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഒരാളുടെ മുഖം മാത്രമേ നമുക്ക് കാണാൻ കഴിയുന്നുള്ളൂ എങ്കിൽ ആ പ്രദേശം ഒരു സ്വേച്ഛാധിപതിയുടെ കീഴിലാകാൻ പോകുന്നു എന്നതിൻ്റെ സൂചനയാണ്. പക്ഷേ എല്ലാ കാലത്തും സ്വേച്ഛാധിപതികൾ വിജയിക്കാറില്ല. കാരണം ജനാധിപത്യം എന്ന് പറയുന്ന ഒരു മഹത്തായ സങ്കല്പത്തിൽ ഉണർന്നെഴുന്നേറ്റ ഒരു രാജ്യമാണ് ഇന്ത്യ. നമുക്ക് 1947 കിട്ടിയ ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ മധുരം ജനാധിപത്യമാണ്. ആ ജനാധിപത്യത്തെ കൊന്നൊടുക്കാൻ പിന്നെ ഒന്നിനും കഴിഞ്ഞിട്ടില്ല. പല മേഖലകളിലും ജനാധിപത്യത്തിന് പലവിധ ഭീഷണികൾ ഉയർന്നപ്പോഴൊക്കെ ജനങ്ങൾ ഒരു വലിയ സ്വപ്നത്തിലൂടെയാണ് ജീവിക്കുന്നത്. അവർ ജനാധിപത്യത്തെ പുൽകും. കുറച്ച് കാലത്തേക്ക് നമുക്കൊരു കൂട്ടം ആളുകളെ മണ്ടരാക്കാം, വെട്ടികളാക്കാം. പക്ഷേ എല്ലാ കാലത്തും എല്ലാവരെയും വെട്ടികളാക്കാൻ ആർക്കും കഴിയില്ല. അത് അധികാരത്തിൻ്റെ മറ്റൊരു തലത്തിൽ പറഞ്ഞാൽ സ്വേച്ഛാധിപത്യത്തിൻ്റെ ഒക്കെ ഒരു അടയാളമാണ്. എല്ലാ കാലത്തും എല്ലാവരെയും വിഡ്ഢികളാക്കാൻ കഴിയില്ല. ഇനി നമുക്ക് പിണറായിയുടെ കഥയിലേക്ക് വരാം. ഇതൊക്കെ നമുക്ക് ജനാധിപത്യത്തിൽ ചില ഉപമകൾ മാത്രമാണ്. ഇതിന് ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ഇനി ജനിക്കാനിരിക്കുന്നവരോ ആയ ആരോടും എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നമുക്കറിയില്ല. എന്തായാലും അത്തരം ബന്ധം കഥ കേൾക്കുന്നവർ തീരുമാനിക്കട്ടെ. അതെ, സ്വാഭാവികത മാത്രം. പക്ഷെ പിണറായി വിജയനെ സംബന്ധിച്ച് കഴിഞ്ഞ 10 വർഷത്തെ ഭരണം, ആ 10 വർഷത്തെ ഭരണത്തിൽ എന്താ സംഭവിച്ചത്? പാർട്ടി പിണറായിയായി, പിണറായി പാർട്ടിയായി. 2016 അന്ന് നമുക്കറിയാം AKG സെൻറ്റർ അടക്കി ഭരിച്ചിരുന്നൊരു പാർട്ടി സെക്രട്ടറിയുടെ കഥ. 1 2 അല്ല, 16 വർഷം. പാർട്ടി സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട പിണറായി വിജയൻ ചടയം ഗോവിന്ദന് ശേഷമാണ് പാർട്ടി സെക്രട്ടറി ആയത്. അന്ന് പിണറായി ആ കസേരയിൽ പിടിച്ചിരുത്തിയത് VS അച്യുതാനന്ദൻ. ആ കസേരയിലിരുന്ന പിണറായി വിജയൻ 2 വർഷങ്ങൾക്കകം VS അച്യുതാനന്ദൻ്റെ ശത്രുവാകുന്നു. പക്ഷെ തിരിച്ചടിച്ചു VS. ലാവ്ലിൻ കേസ് ഉൾപ്പെടെയുള്ള നിരവധി ആരോപണങ്ങൾ ഉയർത്തി. 1 2 അല്ല, 1.5 പതിറ്റാണ്ട് VSുമായുള്ള നേർക്കുനേർ പോരാട്ടം. അവിടെയൊക്കെ ഒരു യോദ്ധാവിൻ്റെ മുഖം പിണറായി വിജയനിൽ കണ്ടു. ഈ മാർക്സിസ്റ്റ് പാർട്ടിക്ക്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു പ്രത്യേകതയുണ്ട്. പ്രത്യയശാസ്ത്രപരമായി അത് അടിച്ചമർത്തലിൻ്റെ ഒരു ആശയ സംഹിതയാണ്. ശത്രുവിനെ നിഷ്കാസിതനാക്കുക, ശത്രുവിനെ തകർക്കുക, വർഗാധിപത്യം സംജാതമാക്കുക. പക്ഷെ പിന്നീട് വർഗാധിപത്യത്തിൽ നിന്ന് മാറി പാർട്ടി സ്വേച്ഛാധിപത്യം എന്നൊരു നയം സ്വീകരിച്ചു. പാർട്ടിയാണ് ഇവിടെ ഡിക്റ്റേറ്റർ. CPMന് സംഭവിച്ച ഏറ്റവും അടിസ്ഥാനപരമായ പാളിച്ചയായിരുന്നു അത്. അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം പിണറായി വിജയനല്ല. കേരളത്തിൽ പലവിധ
സമരാഭാസങ്ങൾ നടത്തി CPM എന്ന പാർട്ടിയെ സ്വേച്ഛാധിപത്യം എന്ന ഒരു പര്യായത്തിലേക്ക് മാറ്റി. അത് നമ്മൾ പല ഇടങ്ങളിലും കണ്ടു. ഇന്ത്യയിൽ, ബംഗാളിൽ കണ്ടു, ത്രിപുരയിൽ കണ്ടു. പക്ഷെ അവിടെയൊക്കെ ജനാധിപത്യത്തിൻ്റെ ശക്തി തെളിഞ്ഞു വരുന്ന കാലഘട്ടം നമുക്ക് മുന്നിലുണ്ടായി. 2021 തെരഞ്ഞെടുപ്പിൽ ബംഗാളിൽ ഒരൊറ്റ CPM MLA പോലും ഇല്ലാതെ അന്ന് അവിടെ പാർട്ടി അസ്തമിച്ചു. ത്രിപുരയിലും തകർന്നടിഞ്ഞ പാർട്ടി. പക്ഷേ കേരളത്തിൽ പിടിച്ചു വന്നു. കേരളം ഭീരുക്കളുടേതാണ്. എപ്പോഴും ഒരു സ്വേച്ഛാധിപതി ഉയർന്നു വന്നാൽ, ഒരു കരുത്തൻ നായകൻ ഉയർന്നു വന്നാൽ അയാൾക്ക് മുന്നിൽ ഓച്ചാനിച്ച് നിൽക്കുന്ന, അയാൾക്ക് മുന്നിൽ ഓശാന പാടുന്ന ഒരു വലിയ ജനവിഭാഗമുണ്ട്. അത് നമുക്കറിയാം. നൂറ്റാണ്ടുകളായി തുടർന്ന ചില ആശ്രയത്തിൻ്റെ ഒരു അടിവേരുകൾ കിടക്കുന്നതുകൊണ്ട് ആ ആശ്രയത്വം സാംസ്കാരിക ഇടങ്ങളിലുണ്ട്, പൊതു ഇടങ്ങളിലുണ്ട്, സാമുദായിക ഇടങ്ങളിലുണ്ട്. ഇതൊക്കെ പരസ്പരം എല്ലിൻ കഷ്ണം വീതം വയ്ക്കുന്നവരാണ്. അങ്ങനെ പരസ്പരം എല്ലിൻ കഷ്ണം വീതം വയ്ക്കുന്നതിനിടയിൽ കേരളത്തിലെ CPM പാർട്ടിക്ക് ഒരു സ്വേച്ഛാധിപത്യ മനോഭാവം ഉണ്ടായി. പിന്നീട് ആ ഒരു പാർട്ടി സെക്രട്ടറി സ്ഥാനത്തേക്ക് വന്ന പിണറായി വിജയൻ സ്വയം പാർട്ടിയായി മാറിയപ്പോൾ അദ്ദേഹം സ്വേച്ഛാധിപത്യത്തിൻ്റെ ഒരു അടയാളമായി. നമുക്കറിയാം, പിന്നീട് കേരളം ഭരിച്ച നിരവധി CPM മുഖ്യമന്ത്രിമാർ, EK നായനാർ, VS അച്യുതാനന്ദൻ, ഈ കഥയൊക്കെ നമുക്കറിയാം. അന്ന് ഫയലുകളിൽ തീർപ്പ് കൽപ്പിച്ചിരുന്നത് AKG സെൻറ്ററിലാണ്. വെറും പപ്പറ്റുകൾ മാത്രമായിരുന്നു മുഖ്യമന്ത്രി. അന്ന് പാർട്ടിയെ തൻ്റെ ഉള്ളം കൈയിലേക്ക് ഒതുക്കാൻ പിണറായി വിജയന് കഴിഞ്ഞു. പിന്നീട് 2016 തെരഞ്ഞെടുപ്പിൽ ജയിച്ച് പിണറായി വിജയൻ സെക്രട്ടേറിയറ്റിലെത്തുമ്പോൾ തൻ്റെ ശിങ്കിടി കോടിയേരി ബാലകൃഷ്ണന് പാർട്ടി സെക്രട്ടറി സ്ഥാനം കൊടുക്കുന്നു. അന്ന് കോടിയേരി പിണറായി വിജയന് വിധേയനാകുന്നു. ആ വിധേയത്വമാണ് പിന്നീട് പിണറായി വിജയൻ എന്ന ഒരു വലിയ അധികാര രൂപം കേരളത്തെ ഭരിക്കാൻ തുടങ്ങുന്നത്. അവിടെ പാർട്ടിയില്ല, ഭരണകൂടം എന്ന് പറയുന്നതും ഒരൊറ്റ വ്യക്തിയിലേക്ക് ചുരുങ്ങി. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്ന കാസർഗോഡ് മുതൽ പാറശാല വരെ ആ ഹോർഡിങ്ങുകളിലും പോസ്റ്ററുകളിലും സർക്കാരിൻ്റെ പ്രചരണങ്ങളിലുമൊക്കെ ഒരൊറ്റ മുഖം. ഈ കഴിഞ്ഞ ദിവസം ഞാൻ B. അശോക് എന്ന IAS ഉദ്യോഗസ്ഥനുമായി സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞു, കേരളത്തിലെ ഒരൊറ്റ IAS ഉദ്യോഗസ്ഥർക്ക് ഭരണകൂട തലവൻ്റെ മുഖത്ത് നോക്കി ചോദ്യം ചോദിക്കാനുള്ള ആർജവമില്ല. അഥവാ അത്തരം ചോദ്യങ്ങൾ ഉയർന്നാൽ വളരെ നിശിതമായി ആക്രമിച്ചവരെ തളർത്തിയിടും. ചോദ്യങ്ങൾ ചോദിക്കുന്നവരെ ഭയക്കുന്നൊരു ഭരണകൂടമാണ്. ചോദ്യങ്ങൾ പാടില്ല. ഇവിടെ ഉത്തരവുകളും ആജ്ഞകളും മാത്രമേ പാടൂ. ഇത് പാർട്ടിയിൽ നടപ്പാക്കി, ഭരണകൂട തലത്തിൽ നടപ്പാക്കി. പിന്നീട് തുടർച്ചയായ 2 ഭരണം. നമുക്കറിയാം, കോവിഡ് കാലത്തെ കിറ്റിൻ്റെ കഥ, അതിനു മുമ്പ് പ്രളയകാലത്തെ ക്യാപ്റ്റൻ്റെ കഥ, അതിനു മുമ്പ് കേരളത്തെ നടുക്കിയ സുനാമി കാലം, അതും നമുക്കറിയാം. അങ്ങനെ സുനാമി കാലം പക്ഷെ മറ്റൊരു കാലഘട്ടമാണ്. 2000 വളരെ മുമ്പുള്ളൊരു കാലഘട്ടമാണ്. അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടാവാം പിന്നീട് വന്ന പ്രളയത്തിലും പിന്നീട് വന്ന ദുരന്തങ്ങളിലുമൊക്കെ ഒരു ക്യാപ്റ്റൻ ഉദയം ചെയ്തു. അപ്പോൾ ദുരന്ത നിവാരണം ആണ് ഒരു സർക്കാരിൻ്റെ മുഖമുദ്ര എന്ന് വരുത്തി നമുക്കറിയാം. ഈ പപ്പും കൂടെ നഷ്ടപ്പെട്ട കോഴിക്ക് ധാന്യങ്ങൾ ഇട്ട് കൊടുത്ത ഒരു ഹിറ്റ്ലറുടെ മനോഭാവം. അവിടെ നിന്ന് ജനങ്ങൾ വിധേയരായി, ആശ്രിതരായി. അവർ വീണ്ടും ആ യജമാനൻ്റെ അടുക്കിലേക്ക് ചെന്നു. ആ യജമാനൻ വീണ്ടും ഭരണതലത്തിലേക്ക് എത്തി. പക്ഷെ ഒരുപാട് വാഴ്ത്തുപാട്ടുകളായി ഈ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ നമ്മൾ കണ്ടത്. കാരണഭൂതൻ്റെ വാഴ്ത്തുപാട്ട്, തിരുവാതിര, പിന്നെ എത്രയെത്ര വാഴ്ത്തുപാട്ടുകൾ. ഏറ്റവും ഒടുവിൽ ഒരു മുഖമായി ആ പാർട്ടി അതമ്പതിച്ചു, ആ ഭരണകൂടം അതമ്പതിച്ചു. ഈ ഭരണകൂടത്തിന് സ്തുതിഗീതങ്ങൾ പാടാൻ 100-300 കോടി രൂപയാണ് ഖജനാവിൽ നിന്നെടുത്ത് പുറത്തേക്കിട്ടത്. അതും തെറ്റാണ്. 2016 വരെയുള്ളൊരു കാലഘട്ടത്തെ ഇരുണ്ട കാലഘട്ടമെന്ന് വിശേഷിപ്പിക്കാൻ എങ്ങനെ ഇപ്പോഴത്തെ ഈ ഭരണ സംവിധാനത്തിന് കഴിയും? മുൻപ് കേരളം ഭരിച്ചിരുന്ന നിരവധി മഹാരഥന്മാരുണ്ടല്ലോ, CPM-ൽ നിന്നും UDF-ൽ നിന്നുമൊക്കെ. എല്ലാം ഇപ്പോൾ തിരിഞ്ഞുകൊള്ളുന്നു. അപ്പോൾ ഇതൊരു തിരിഞ്ഞു നോട്ടമാണ് ജനങ്ങളുടെ. അതിൻ്റെ പ്രതിഫലനമാണ് നമ്മൾ വടക്കേ മലബാറിൽ തുടങ്ങി ഇന്നലെ മധ്യ കേരളത്തിൽ വരെ എത്തി നിൽക്കുന്ന മനോരമ സർവേ, കഴിഞ്ഞ ദിവസം പുറത്തു വരുന്ന നിരവധി സർവേകൾ. എപ്പോഴും ജനാധിപത്യം ഒരു തിരുത്തൽ ശക്തിയായി ഉദയം ചെയ്യുന്നത് വോട്ടെടുപ്പ് നാളുകളില്ല. അപ്പോൾ പരസ്യമായി വിചാരണ ചെയ്യപ്പെടും, പരസ്യമായി ചോദ്യം ചെയ്യപ്പെടും. ആ ചോദ്യം ചെയ്യലിന് മാധ്യമപ്രവർത്തകരുടെ രൂപത്തിൽ ചില ആളുകളുണ്ടാവും, ജനങ്ങളുടെ രൂപത്തിലുണ്ടാവും. അവരെയൊക്കെ അടിച്ചമർത്തി എത്ര കാലം ഈ സംവിധാനത്തിന് മുന്നോട്ട് പോകാൻ കഴിയും? ചോദ്യങ്ങളെ ഭയക്കുന്ന
ഒരു സംവിധാനമായി CPM മാറിയിരിക്കുന്നു. കാരണം MP ഗോവിന്ദൻ മാധ്യമപ്രവർത്തകരെ കാണുന്നില്ല. MP ഗോവിന്ദനോട് മാധ്യമപ്രവർത്തകരെ കാണരുത് എന്ന് പാർട്ടി വിലക്ക് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതിനു പകരം M സ്വരാജിനെയാണ് യുദ്ധഭൂമിയിലേക്ക് പടയാളിയായി വിട്ടിരിക്കുന്നത്. M സ്വരാജിന് പിന്നെ ബെല്ലും ബ്രേക്കുമില്ലല്ലോ. ഏത് പൂരപ്പാട്ടും M സ്വരാജിന് വശമാണ്. അതിനി ക്യാപിറ്റൽ പണിഷ്മെൻ്റ് ആയാൽ പോലും. അപ്പോൾ പിണറായി വിജയൻ മാധ്യമപ്രവർത്തകരെ കാണും, തനിക്ക് ഇഷ്ടമുള്ളത് സംസാരിക്കും, പക്ഷേ ഇങ്ങോട്ട് ചോദ്യം വേണ്ട. പിണറായി വിജയൻ പാർട്ടി പ്രവർത്തകരോട് സംവദിക്കും, പാർട്ടി സമ്മേളനങ്ങൾ ഉദ്ഘാടനം ചെയ്യും, തെരഞ്ഞെടുപ്പ് പ്രചരണ ഘട്ടങ്ങൾ ഉദ്ഘാടനം ചെയ്യും, പക്ഷേ ചോദ്യങ്ങൾ ഇങ്ങോട്ട് വേണ്ട. ഏറ്റവും ഒടുവിൽ പിണറായി ചെന്ന് വെട്ടിൽ വീണിരിക്കുന്നത്, പാതാളക്കുഴിയിലായിരിക്കുന്നത് സംവാദത്തിന് തയ്യാർ എന്ന ഒരു പ്രഖ്യാപനത്തിലാണ്. ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് എന്ന പേരിൽ എല്ലാത്തിനും A+ ഇട്ട് കുറേ വിഷയങ്ങൾ കൊടുത്ത് ഈ ഫേസ്ബുക്കിൽ ഒരു കാഴ്ച കാഴ്ച സംവാദത്തിന് തയ്യാർ. തൊട്ടടുത്ത ദിവസം പ്രതിപക്ഷ നേതാവ് ചാടി വീണു. പ്രതിപക്ഷ നേതാവ് ചെറിയ കില്ലാടിയല്ല, ഈ സംവാദത്തിൻ്റെ ഭയങ്കര എക്സ്പെർട്ടാണ്. നമുക്കറിയാം, പണ്ട് തോമസ് ഐസക്, ഉമ്മൻചാണ്ടി സർക്കാരിന് മുമ്പ് തോമസ് ഐസക് ധനകാര്യമന്ത്രിയായിരുന്നൊരു കാലഘട്ടത്തിൽ ഒരു ലോട്ടറി കേസ് ഉണ്ടായിരുന്നു. സാന്റിയാഗോ മാർട്ടിനുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിൽ നിന്ന് അന്ന് കോടാനുകൂടി ഒഴുക്കിക്കൊണ്ടു പോകുന്നൊരു കഥയാണ്. 45 ലക്ഷം രൂപയാണ് അന്ന് ഓരോ ദിവസവും ഇവിടുന്ന് ലോട്ടറി വിറ്റ് ഈ അന്യസംസ്ഥാന ലോട്ടറി മാഫിയ കൊണ്ടുപോകും. തോമസ് ഐസക് അപ്പോൾ വിളിച്ചു പോയി, ഇത് കംപ്ലീറ്റ് കേന്ദ്ര സർക്കാരിൻ്റെ നിയമം അനുസരിച്ചാണ് ലോട്ടറി പ്രവർത്തിക്കുന്നത്, സംസ്ഥാന സർക്കാരിന് ഇതിൽ ഇടപെടാൻ കഴിയില്ല. കാരണം സാന്റിയാഗോ മാർട്ടിൻ അതിന് മുമ്പ് പാർട്ടിക്ക് പൈസ കൊടുത്ത് എല്ലാം സെറ്റിൽ ചെയ്ത് വെച്ചിരിക്കുകയാണ്. സതീശൻ വെല്ലുവിളിച്ചു. ഒരു പരസ്യ സംവാദത്തിന് തയ്യാറാണോ എന്ന് സതീശൻ വെല്ലുവിളിച്ചു. തോമസ് ഐസക് ചാടി വേണം, കാരണം ഈ ബുദ്ധി മറ്റൊരു തലത്തിലാണ്, പ്രായോഗികതയില്ല. അപ്പം അങ്ങനെ തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ രണ്ടുപേരും മുഖാമുഖം ഇരിക്കുന്നു. കേരളത്തിലെ മാധ്യമപ്രവർത്തകർ ചുറ്റും നിൽക്കുന്നു. പഴയ അംഗചേകവന്മാരുടെ ഒരു പോര് കാണുന്ന മട്ടിലാണ് കേരളം ആ സംവാദത്തെ നോക്കി കണ്ടത്. പിന്നെയാണ് ബഹു തമാശ. സതീശൻ്റെ ആദ്യത്തെ ചോദ്യം, കേന്ദ്രത്തിന് മാത്രമാണ് ഈ ലോട്ടറിയിൽ നയം രൂപീകരിക്കാൻ അവകാശമുള്ളതെങ്കിൽ നിങ്ങൾ എന്തിനാണ് ഈ അടുത്ത കാലത്ത് ലോട്ടറിക്ക് ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി ഒരു ഓർഡിനൻസ് ഇറക്കിയത്? ഒറ്റ ചോദ്യത്തിൽ തോമസ് ഐസക് വീണു. കാരണം ഇവിടെ ഓർഡിനൻസ് ഇറക്കണമെങ്കിൽ ഇവർക്ക് അധികാരം വേണമല്ലോ. പിന്നെ ഒന്നൊന്നായി തൊടുത്ത ചോദ്യങ്ങൾക്ക് മുന്നിൽ അന്ന് ഐസക് ചുരുണ്ടുകൂടി. ഐസക്കിൻ്റെ മുഖത്ത് വെപ്രാളം വരിഞ്ഞു മുറുകുന്നു. എന്നാൽ പത്രങ്ങളിൽ വന്ന ഫോട്ടോകൾ കണ്ട് നമ്മൾ ചിരിച്ചു പോകും, വെള്ളം കുടിക്കുന്നു. അങ്ങനെ ഐസക് ആ സംവാദത്തിൽ തകർന്നടിഞ്ഞു. സമാനമായ അനുഭവം പിണറായി വിജയനും ഭയന്നു. അതുകൊണ്ട് പിണറായി ഇന്നൊരു കാഴ്ച കാഴ്ചി, എന്തെങ്കിലും സംവാദം ഉണ്ടെങ്കിൽ ഫേസ്ബുക്കിൽ, നിങ്ങൾക്ക് ഫേസ്ബുക്കിൽ എഴുതാൻ, ഞാൻ മറുപടി തരാം. അപ്പോൾ ഫേസ്ബുക്കിൽ പിണറായി വിജയന് നേരിട്ട് മറുപടി കൊടുക്കണ്ടല്ലോ. സംവാദം നേർക്കുനേർ മുഖത്തോട് മുഖം ആകുമ്പോഴല്ലേ കൂടുതൽ അപകടം. അപ്പോൾ അതിൽ ചുരുണ്ടുകൂടി. അപ്പോൾ സതീശൻ വീണ്ടും TV നാളും കുറിച്ചോ ഞാൻ റെഡി എവിടെ വരണം എന്ന് ചോദിച്ച് താങ്ങുക. അപ്പോൾ എല്ലാ തലത്തിലും ചോദ്യങ്ങൾ കൊണ്ട് വീർപ്പ് മുട്ടിക്കുന്ന ഒരു സംഭവ പരമ്പരയാണ് നമ്മൾ കാണുന്നത്. പിണറായി വിജയനാണ് വലിയ ഗതികേട്, എങ്ങോട്ട് ഇറങ്ങിയാലും ചോദ്യങ്ങൾ. ഇത്രയും കാലം ഈ 10 വർഷക്കാലം ആനപ്പുറത്തായിരുന്നു. ഈ താഴെക്കൂടെ നടക്കുന്ന ആരെയും ശ്രദ്ധിക്കേണ്ട, വലിയ ആഡംബര സമൃദ്ധിയിലാണ് കഴിഞ്ഞത്. 10 വണ്ടിയുടെ അകമ്പടിയും. ചോദ്യം ചോദിക്കാൻ പോയിട്ട് 7 അയൽവക്കത്തേക്ക് ആരും അടുപ്പിക്കത്തില്ല. എന്നാൽ പണ്ടിവിടെ ഭരിച്ചൊരു ഉമ്മൻചാണ്ടിയുണ്ട്, എപ്പോഴും ചോദ്യങ്ങൾ ചോദിച്ച് ഉമ്മൻചാണ്ടി എത്ര മുഷിപ്പിച്ചാലും വീണ്ടും ചോദിക്കാം. സെക്രട്ടറിയേറ്റ് ചുറ്റും ആള്, അദ്ദേഹത്തിൻ്റെ വീടിന് ചുറ്റും ആള്. ഇനി വഴിയെ ഉമ്മൻചാണ്ടിയുടെ കാറ് പോകുന്നത് വല്ല കോട്ടയംകാരും കണ്ടാൽ വഴിക്കിറങ്ങി കൈ കെട്ടി നിർത്തി നിവേദനം കൊടുക്കും. അതിനും മടിയില്ല. അതിനപ്പുറത്തേക്ക് ഓഫീസിന്റെ പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് കാണിച്ചു കൊടുത്തു. അതും ഗതികേടായി. അപ്പോൾ ഇത് തമ്മിൽ ഇപ്പോൾ വലിയ താരതമ്യം. അതാണ് ചോദ്യങ്ങളെ ഭയക്കുന്ന ഒരു സർക്കാരിനെ നമ്മളിവിടെ കാണുന്നു. തീർച്ചയായിട്ടും ഇതൊരു വലിയ പതനത്തിൽ ഇന്ന് അവസാനിക്കും. കാരണം സ്വേച്ഛാധിപതികൾക്ക് എപ്പോഴും ഒടുവിൽ വിധി കാത്തുവയ്ക്കുന്നത് ഒരു പതനമാണ്. ആ പതനം പക്ഷേ അവരെ തളർത്തിക്കളയും. അതിൽ നിന്ന് മുക്തി നേടാൻ കഴിയില്ല. മറ്റുള്ളവർക്ക്, ജനങ്ങൾക്കൊപ്പം ജീവിക്കുന്നവർക്ക് അവരുടെ ചുവട് ഭൂമിയിലാണ്. ഇത് സമ്മാനം വാങ്ങാൻ ഭൂമിയിലേക്ക് വരണം. കാരണം April 9 ജനങ്ങൾ കൊടുക്കുന്നൊരു സമ്മാനം ഉണ്ടല്ലോ, അത് ഭൂമിയിലെത്തി വാങ്ങാൻ വലിയ പാടാണ്. ഇനി വിദേശത്തേക്കൊന്ന് കടക്കാമെന്ന് വെച്ചാലോ ഈ ഫ്ലൈറ്റും ഇല്ല, എല്ലാം മുടിഞ്ഞ് നിൽക്കുകയാണ്. വല്ലാത്തൊരവസ്ഥ തന്നെ.
ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ട ഒരു കാര്യമുണ്ട്. ഈ പിണറായി വിജയൻ അതായത് പേടിക്കേണ്ട ഒരാളാണ് എന്നുള്ള ഒരു വ്യാഖ്യാനം അതെങ്ങനെ ഉണ്ടായി എന്നുള്ളതാണ്. ഈ പറയുന്ന മാധ്യമപ്രവർത്തകൻ ഒരാൾ എഴുന്നേറ്റ് നിന്നിട്ടാണ് പറയുന്നത് CM ഇത് മോശമാണ്, കൈരളിക്കും ദേശാഭിമാനിക്കും മാത്രം ചോദ്യം ചോദിക്കാൻ അവസരമാണെങ്കിൽ ഞങ്ങൾ പിന്നെ എന്തിന് വാർത്താ സമ്മേളനം വിളിക്കുന്നു എന്നുള്ള ചോദ്യം. ഈ UDF-ന്റെ കോൺഗ്രസിൻ്റെ നേതാക്കൾ ഉൾപ്പെടെ അയാളുടെ ആ ഒരു വീഡിയോ എടുത്തു വെച്ചിട്ട് ഒരു കുറിപ്പിടുന്നുണ്ട്. അതായത് അവൻ്റെ ആ ഒരു ധൈര്യം സമ്മതിക്കണം. അത് ഇവര് തന്നെ കൽപ്പിച്ചു കൊടുക്കുകയാണ്. പിണറായി എന്തോ പേടിക്കേണ്ട ഒരാളാണ്, അങ്ങനെ ചോദ്യം ചെയ്യപ്പെടേണ്ട ഒരാളല്ല. പിണറായി പറയുന്നു, നമ്മൾ കേൾക്കണം. UDF-കാർ പോലും അതിന് ഈ പിണറായിക്ക് അനുകൂലമായി പിണറായി നമ്മൾ പേടിക്കേണ്ട ഒരാളാണ് എന്നുള്ളൊരു പ്രതീതി അവർ തന്നെ ഉണ്ടാക്കി കൊടുക്കുന്നു. മുമ്പൊരു തവണ VD സതീശൻ ഒരു വാക്ക് പറഞ്ഞിരുന്നു. അതായത് ഞാൻ ഒരു തീരുമാനം എടുത്തിട്ട് അത് പേപ്പറിൽ എഴുതിയിട്ട് എൻ്റെ പോക്കറ്റിൽ ഇട്ടുകൊണ്ട് വന്നിട്ട് ഞാൻ പാർട്ടിയിൽ പറയുകയാണ് ഇതാണ് നമ്മുടെ തീരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ പിള്ളേർ എന്നെ ചീത്ത വിളിക്കും. പക്ഷേ പിണറായി വിജയൻ ഒരു കുറിപ്പ് ഇതുകൊണ്ട് എഴുതിക്കൊണ്ട് വന്നിട്ട് പറയുകയാണെങ്കിൽ ഇതാണ് തീരുമാനം, ഇതേ നടക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പഞ്ചപുച്ഛം അടക്കിയ എന്നാ അങ്ങനെ. അപ്പോൾ ഈ ജനാധിപത്യവും ഈ പറയുന്ന അടിമത്വവും എന്താണെന്ന് CPM-കാർക്ക് ഇതുവരെയും മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ്. അല്ല, മറുവശത്ത് ഈ നമ്മൾ നേരത്തെ ഈ സ്വേച്ഛാധിപത്യ സംവിധാനത്തെക്കുറിച്ച് സംസാരിച്ചു. ഈ മാഫിയകൾ പിറക്കുന്നത് നമുക്കറിയാം. നമ്മൾ കിരീടം എന്ന് പറഞ്ഞ സിനിമയൊക്കെ കണ്ടിട്ടുണ്ട്. വലിയൊരു ഗുണ്ട തലവൻ്റെ ഒരു കഥയാണ് കിരീടത്തിലെ ജോസ് എന്നല്ലേ വില്ലൻ? ജോസ്. അങ്ങനെ ഗീരിക്കാടൻ ജോസിൻ്റെ ആ ഒരു എൻട്രിയൊക്കെ അവർ അവതരിപ്പിക്കുന്നത് എല്ലാവരും വിരണ്ടോടുന്നു, ചെതറി മാറുന്നു. അവിടേക്കാണ് ഒരു ചെറുപ്പക്കാരൻ അന്ന് ജീവിക്കാൻ വേണ്ടി മുന്നോട്ട് വരുന്നത്. കീരിക്കാടൻ വീണപ്പോൾ ആ ചെറുപ്പക്കാരനൊപ്പമായി പിന്നീട് ആളുകൾ. അപ്പോൾ എപ്പോഴും ഈ സ്വേച്ഛാധിപതികൾ വാഴുന്നത് മറ്റുള്ളവരെ ഭയപ്പെടുത്തിയാണ്. പക്ഷെ ആ ഭയപ്പെടുത്തലിന് പലപ്പോഴും വലിയ അർത്ഥമൊന്നും കാണത്തില്ല. ഈ അതിന് തൊട്ടു പിന്നാലെ നമ്മൾ ഇന്ന് കൊച്ചിൻ ഹനീഫ എന്ന് പറഞ്ഞൊരു നടനുണ്ട്. പിന്നീട് മോഹൻലാലിനൊപ്പം കൂടി അയാൾ ഗുണ്ടയായി മാറുന്നൊരു കഥ. മറ്റൊന്ന് ഒരു മാമുക്കോയ ഒരു ഗുണ്ടയായിട്ട് ഒരു സിനിമയിൽ കീലേരി അച്ചുമായിട്ട്. അപ്പോൾ ഇത്തരം കീലേരി അച്ചുമാർ പല സ്ഥലങ്ങളിലുണ്ട്. ഈ കീലേരി അച്ചുമാർ വലിയൊരു കൾട്ടായിട്ടങ്ങ് ഈ കീലേരി അച്ചുമാരുടെ ചുറ്റുവട്ടത്തുള്ളവരങ്ങ് നിർത്തും. അച്ചുവിനെ കീലേരി തൊട്ട സംഗതി പാളി. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് വല്ല പടക്കമൊക്കെ പൊട്ടിക്കും, 1-2 പടക്കമൊക്കെ പൊട്ടിക്കും, പൊട്ടാസൊക്കെ പൊട്ടിക്കും. ഇങ്ങനെ കീലേരി അച്ചു ഒരു ഭീകര ജീവിയായി അങ്ങനെ സസുഖം കഴിയും. കീലേരി അച്ചുവിനെ ചോദ്യം ചെയ്യാൻ പാടില്ല. കീലേരി അച്ചു ഒന്ന് നോക്കുമ്പോൾ ചിരിക്കാൻ പറ്റുമോ, ചിരിക്കാതിരിക്കണോ? ഈ ചാണക്യൻ്റെ അർത്ഥശാസ്ത്രത്തിൽ ചില ഉപമകളുണ്ട്. നമ്മൾ ഇത്തരം ചില ഘട്ടത്തിൽ അത് ഓർക്കണം. ഈ ഒരു രാജകൊട്ടാരത്തിലേക്ക് കയറി പോകുമ്പോൾ അത്ര അനുഭവമായിരുന്നു കഴിഞ്ഞ കുറേ കാലമായിട്ട്. സെക്രട്ടേറിയറ്റിലേക്ക് ചെല്ലുമ്പോഴേ ഈ ചാണക്യൻ പറയുന്നത് രാജകൊട്ടാരത്തിലേക്ക് ഒരു പ്രജ കടന്നു ചെല്ലുമ്പോൾ പാലിക്കേണ്ട ചില നിർദ്ദേശങ്ങൾ. കാരണം രാജാവ് ഏകാധിപതിയല്ലേ. കൊട്ടാരവാതിലിൽ കിങ്കരന്മാരുണ്ട്. കിങ്കരന്മാരെ എന്തെങ്കിലും സമ്മാനങ്ങളൊക്കെ കൊടുത്ത് കയ്യിലെടുക്കണം. രാജകിങ്കരന്മാർക്ക് നേരെ തട്ടിക്കയറുന്നത്. രാജകിങ്കരന്മാർക്ക് നേരെ തട്ടിക്കയറിയാൽ എന്താ സംഭവിക്കുന്നത്? ഈ കിങ്കരന്മാർ അപ്പോഴേ മെസ്സേജ് കൊടുക്കുക, അകത്ത് രാജാവ് ഒരുത്തിനും ഇവിടെ നിന്ന് രാജാവിനെ തെറി പറയുന്നുണ്ട്, അവിടെ വെച്ച് തന്നെ പണി തീർത്തേക്കാൻ രാജാവ് അകത്തെന്ന് പറയും. അപ്പോൾ കിങ്കരന്മാരുടെ നേർക്ക് തട്ടിക്കയറരുത്. വീണ്ടും കൊട്ടാര അങ്കണത്തിലേക്ക് കടക്കുമ്പോൾ തല ഉയർത്തി നോക്കരുത്, തല താഴേക്കായിരിക്കണം. പക്ഷേ മന്ത്രിപുങ്കവന്മാർ ചുറ്റുമുണ്ടോ എന്ന് നോക്കുക. മന്ത്രിപുങ്കവന്മാരെ കണ്ടാൽ രാജാവിന് അസ്വസ്ഥത ഉണ്ടാകാത്ത വിധത്തിൽ അവരെ വണങ്ങണം. അമിത വിനയം പാടില്ല. രാജാവ് അപ്പോഴേ പറയും മന്ത്രിയെല്ലാം വണങ്ങിയവൻ അന്യായ ഉടായ്പായിട്ട് വന്നിരിക്കുന്നത്. അപ്പോഴേ അവൻ്റെ തല പോയി. ഇനി മുകളിലേക്ക് തല പൊക്കി നോക്കിയാൽ ഈ അന്തപുരമാണ് മുകളിൽ. ഈ അന്തപുര സ്ത്രീകൾക്ക് വേറെ പണിയൊന്നുമില്ല, അവരിങ്ങനെ താഴേക്ക് നോക്കിയിരിക്കും. അപ്പോൾ അന്തപുര സ്ത്രീകൾ ഇങ്ങോട്ട് നോക്കി അവർ ചിരിച്ചാൽ അങ്ങോട്ട് ചിരിച്ചില്ലെങ്കിൽ അവർക്ക് കലി വിട്ടും. രാജാവിനോട് പറയും ഇങ്ങോട്ട് നോക്കി ഒരുത്ത വായി നോക്കി നടപ്പുണ്ടെന്ന്. അപ്പോഴേ രാജാവ് തല വിട്ടു. അപ്പോൾ മുകളിലേക്ക് നോക്കാൻ പോരും, നോക്കിയാൽ പണിയാവും. അങ്ങനെ രാജകൊട്ടാരത്തിൽ എത്തുന്നത് വരെ എങ്ങനെ ഒരു പ്രജ പെരുമാറണമെന്ന് ചാണക്യൻ പറയുന്നുണ്ട്. അതൊരു രാജഭരണത്തിൻ്റെ അടയാളമാണ്. ഇത്തരം ചില അടയാളങ്ങൾ നമുക്ക് ഈ സെക്രട്ടേറിയറ്റിലും ഈ അധികാര കേന്ദ്രങ്ങളിലും ഒക്കെ കഴിഞ്ഞ കുറേ കാലമായി കാണാമായിരുന്നു. അപ്പോൾ ഒരുപാട് വാഴ്ത്തുപാട്ടുകൾ ചില സ്ഥലങ്ങളിൽ പാടേണ്ടി വരും. പക്ഷേ ഒരിക്കലും ആ ഒരു രാജാവിനെ അസ്വസ്ഥപ്പെടുത്തരുത്. ഇതേ അനുഭവമാണ് ഈ കഴിഞ്ഞ ദിവസം എന്നോട് B അശോക് എന്ന IAS ഉദ്യോഗസ്ഥൻ പറഞ്ഞത്. ഈ ഒരു കൂട്ടം IAS ഉദ്യോഗസ്ഥർ ഇരിക്കുമ്പോൾ മുഖ്യമന്ത്രി പറയുന്നത് തമാശയാണോ അല്ലെങ്കിൽ സീരിയസ് ആണോ എന്ന് ഇവർക്ക് മനസ്സിലാവില്ല. ചിരിക്കാവോ ചിരിക്കാതിരിക്കാവോ. ഇനി ചിരിച്ചില്ലെങ്കിൽ കലി പൊട്ടി
അവർക്ക് എന്തെങ്കിലുമൊക്കെ ശിക്ഷ കൊടുത്താലോ? അഥവാ ചിരിച്ചാലത്തെ അവസ്ഥ എന്താ? കളിയാക്കി ചിരിക്കുന്നതിന് തുല്യമാണ്. ഈ രാജാവ് ചിരിക്ക് ഒരു നർമ്മബോധം ഇല്ലെങ്കിൽ വലിയ പാടാണ്. ഈ ഹിറ്റ്ലറെ സംബന്ധിച്ച് ഹിറ്റ്ലറുടെ മുഖവും ചാർലി ചാപ്ലിൻ്റെ മുഖവും ഒന്നാണ്. രണ്ടുപേരുടെ മീശ ഒരുപോലെയാണ്. ചാർലി ചാപ്ലിൻ പിന്നീട് ഹിറ്റ്ലറെ അനുകരിച്ചിട്ടുണ്ട്. പക്ഷെ ഒരാൾ ലോകത്തെ ചിരിപ്പിച്ചു, മറ്റൊരാൾ ലോകത്തെ ഭയപ്പെടുത്തി. അപ്പോൾ നമുക്ക് മുഖഭാവം നോക്കി അല്ലെങ്കിൽ മുഖം കണ്ട് ഒന്നും വിലയിരുത്താൻ കഴിയില്ല. അവരുടെ ഉള്ളിൽ നിന്ന് വരണം. ഉള്ളിൽ നിന്ന് വരുന്നത് പക്ഷേ പലപ്പോഴും വീട്ടിൽ ചെന്ന് പറ, അല്ലെങ്കിൽ അത്തരം പ്രയോഗങ്ങളാണ്. ഇത് കേരളത്തെ സംബന്ധിച്ച് കേരളത്തിലെ ജനങ്ങൾ പാവങ്ങളാണ്. അവർക്ക് ഇങ്ങനെയുള്ള വലിയ പാവമൊന്നുമില്ല. ഈ മുഖ്യമന്ത്രി ആയാലും അധികാര സ്ഥാനത്ത് ഇരിക്കുന്നവരായാലും എടാ ഉവ്വേ എന്നൊക്കെ വിളിച്ച് ചെല്ലാനുള്ള ഒരു സ്വാതന്ത്ര്യമാണ് അവർ പ്രതീക്ഷിക്കുന്നത്. ഇതിപ്പോൾ വല്ലാത്തൊരു അടിച്ചമർത്തലായിപ്പോയി, ഭയങ്കര ഒരു വീർപ്പുമുട്ടലായിപ്പോയി. ഇടതുപക്ഷത്തിന് പറ്റിയ ഒരു അബദ്ധം എന്ന് പറയുന്നത് ഈ ഒരൊറ്റ ഒരു മുഖം മാത്രമേ അവർ അവതരിപ്പിച്ചുള്ളൂ, വേറൊരു മുഖമില്ല. ഇവിടെയാണ് ഗോവിന്ദനെ ഇടയ്ക്ക് കൊണ്ടുവന്ന് തിരികെ കയറ്റി. ഗോവിന്ദൻ പറയുന്നതെല്ലാം അബദ്ധം. ഗോവിന്ദനോട് മാധ്യമപ്രവർത്തകർ കണ്ട അന്നേരം ചോദിക്കുന്നത് പി കെ ശ്യാമള എന്തിന് തളിപ്പറമ്പിലിട്ടു? ഗോവിന്ദന് ഉത്തരവില്ല, ബ്ലിങ്കസിയാണ്. പിന്നെ പറയുന്നതല്ല, ഈ കഴിഞ്ഞ ദിവസം ഒരു കാച്ചി, അതോടുകൂടിയാണ് ഇനി മിണ്ടരുതെന്ന് പാർട്ടി പറഞ്ഞു. പി കെ ശ്യാമളയോട് മത്സരിക്കേണ്ട എന്ന് പറഞ്ഞാൽ അത് സ്ത്രീവിരുദ്ധമാകില്ലേ എന്ന് എം പി ഗോവിന്ദൻ മാധ്യമപ്രവർത്തകരോട് ചോദിക്കും. ഇതുപോലെ വിവരക്കേടാണ് ഓരോ മാധ്യമ സമ്മേളനങ്ങളിലും എം പി ഗോവിന്ദൻ പറയുന്നത്. ലാസ്റ്റ് പാർട്ടി പറഞ്ഞു, എൻ്റെ ഗോവിന്ദ, ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ ഒന്ന് മിണ്ടാതിരിക്കുക. പിണറായി വിജയൻ തന്നെയാണ് നിർദ്ദേശം കൊടുത്തത്. എന്നിട്ടാണ് സാക്ഷാൽ സ്വരാജിനെ കളത്തിലിറങ്ങിയത്. സ്വരാജിന് പിന്നെ അന്തോ കുന്തോ ഇല്ല, എങ്ങനെ വേണമെങ്കിലും അടിയും തടയൊക്കെ ആയിട്ട് നിൽക്കും. ഇപ്പം പിണറായിയും സ്വരാജുമാണ് കളത്തിൽ നിൽക്കുന്നത്. മിക്കവാറും എം പി ഗോവിന്ദനെ തെരഞ്ഞെടുപ്പ് കഴിയുന്നത് കൂട്ടിക്കയറ്റി സ്വരാജിന് പാർട്ടി സെക്രട്ടറി സ്ഥാനം കൊടുക്കും. പക്ഷെ അന്നേരത്തിൽ നമുക്ക് പാർട്ടി ഏത് കോലത്തിലാവും എന്ന് പറയാൻ വയ്യ. മറ്റൊരു തലത്തിൽ നോക്കി വിമതന്മാരെ കൊണ്ട് പൊറുതിമുട്ടി. അമ്പലപ്പുഴയിൽ സുധാകരൻ, ടി കെ ഗോവിന്ദൻ തളിപ്പറമ്പിൽ, അതും പി കെ ശ്യാമളക്കെതിരെ. ചെറിയ പാർട്ടിയാണോ? പയ്യന്നൂരിൽ കുഞ്ഞികൃഷ്ണൻ ഡെയിലി പുറത്തു വിട്ടുകൊണ്ടിരിക്കുക തെളിവുകൾ, പാർട്ടിയുടെ തട്ടിപ്പും രക്തസാക്ഷി ഫണ്ടിൻ്റെ വെട്ടിപ്പും എല്ലാമായിട്ട്. പക്ഷേ ഈ 3 പേര് ഉയർത്തുന്ന ഒരു കൊടുങ്കാറ്റുണ്ട്. ഇതിപ്പോൾ വളരെ റിജിഡായി നിൽക്കുന്നു എന്ന് ഇവർ കരുതുന്ന ഒരു സ്വേച്ഛാധിപത്യ ഘടനയാണ്. ഈ സ്വേച്ഛാധിപത്യം ലാസ്റ്റേ പൊട്ടുകയുള്ളൂ. ഹിറ്റ്ലർ അയാൾ ആത്മഹത്യ ചെയ്യുന്നത് വരെ അയാൾക്ക് അങ്ങനെ ഒരു ദുരന്തം സംഭവിക്കുമെന്ന് അയാൾക്കൊപ്പം ഉണ്ടായിരുന്നവർ കരുതുന്നില്ല. അതുകൊണ്ട് ബങ്കറിൽ അപ്പോഴും നിരവധി പരിചാരകരും ഡോക്ടറും ഒക്കെ കാത്തു നിന്നത്. മരിക്കുന്നതിൻ്റെ തൊട്ട് തലേദിവസം രാത്രിയിൽ ഹിറ്റ്ലർക്ക് ഭയങ്കര മോഹം, ഇവയൊന്ന് വിവാഹം കഴിക്കണം. അപ്പോൾ നമുക്കറിയാം, ജോസഫ് ഗീബൽസ് ആണ് കൂടെയുള്ള, അങ്ങനെയാണ് ഗീബൽസിൽ ജോസഫ് ഗീബൽസിനോട് പറഞ്ഞു ഒരു പുരോഹിതനെ എവിടുന്നെങ്കിലും ഒന്ന് കൊണ്ടുവരണം. ഇയാൾ ബങ്കറിൽ നിന്ന് ഒരു വിധത്തിൽ തലപൊക്കി പുറത്തു പോയി പുരോഹിതനെ കൊണ്ടുവന്ന് വാദക്ക് വന്നു. അപ്പോൾ വളരെ ദുർബലനായി അകത്ത് കിടക്കുക ഹിറ്റ്ലർ. അവിടെ വന്നപ്പോൾ പുരോഹിതൻ, അകത്ത് കയറുന്ന പുരോഹിതൻ പറഞ്ഞു, അയ്യോ ഹിറ്റ്ലറുടെ അടുത്തേക്ക് പോകരുത്, ഞാൻ ആ വിവാഹ രജിസ്റ്റർ എടുത്തുകൊണ്ട് വന്നിരുന്നത്, ഇയാളുടെ വീട്ടിൽ ഇരിക്കുക. ഏത് ബോംബ് വീണുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയില വിവാഹ രജിസ്റ്റർ. ഇയാൾ സ്വന്തം ജീവൻ പണയം വെച്ച് ബങ്കറിൽ നിന്ന് വീണ്ടും പുറത്തു വന്നു. ബോംബുകളും ഭീരങ്കശല്യങ്ങളും ഒക്കെ ഉണ്ട്. അതിനിടയിലൂടെ ഓടി ഒരു വിധത്തിൽ വീട്ടിൽ ചെന്ന് ഈ രജിസ്റ്റർ എടുത്ത് തിരിച്ച് ബങ്കറിൻ്റെ ഉള്ളിൽ കയറി. എന്നിട്ടാണ് ആ വിവാഹ രജിസ്ട്രേഷൻ നടത്തിയത്. അതായത് ദുർബലനായി നിൽക്കുന്നൊരു ഭരണാധികാരി എപ്പോൾ വേണമെങ്കിലും അയാൾ കൊല്ലപ്പെടാം, എപ്പോൾ വേണമെങ്കിലും ഒരു ബോംബ് ആ ബങ്കറിൻ്റെ ഉള്ളിലേക്ക് ഇട്ടാൽ തീർന്നു. അങ്ങനെ ദുർബലനായി ഒരു സ്വേച്ഛാധിപതി നിൽക്കുമ്പോഴും അയാൾക്ക് വേണ്ടി ഒരു സേവനം ചെയ്യാൻ വന്ന ഒരു ജോലിക്കാരനാവാം, അല്ലെങ്കിൽ ഒരു പുരോഹിതനാവാം, അവരുടെ ഉള്ളിലും ഭയം. അതാണ് ഈ ഭരണത്തിൻ്റെ ഒരു പ്രസരിപ്പ്. ഇവിടെയാണ് ഞാൻ പറഞ്ഞത്, ഇതെല്ലാം കൂടി തലകുത്തനെ മറിഞ്ഞാൽ, മെയിനാലിനെ ഇത് എണ്ണുമല്ലോ, എണ്ണിക്കഴിയുമ്പോൾ തലകുത്തനെ മറിഞ്ഞാൽ പണ്ട് ആ കോഴിക്ക് പറ്റിയ ഒരു പപ്പും കൂടെ പറയും. ഒരു രക്ഷയില്ല ഈ പാർട്ടിക്കാർ. ഇപ്പം തന്നെ ജി സുധാകരൻ എതിർത്തു, മറ്റേ നിരവധി വിമതരിറങ്ങി നിൽക്കുകയാണ്. അതൊരു കൂട്ടമായിട്ടങ്ങ് കൂടും. കൂട്ടമായിട്ട് കൂടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതങ്ങ് നെടുകപ്പെടരുത്. ഇതാണ് ഇതിൻ്റെ അകത്തുള്ള അപകടം. കാരണം അല്ലെങ്കിൽ പിണറായി വിജയൻ എല്ലാ ഉദ്യോഗസ്ഥാനങ്ങളും മാറ്റി ഒരു വിഡ്രോവൽ പ്രഖ്യാപിക്കേണ്ടി വരും. പക്ഷെ അവിടെ ഗോവിന്ദനൊന്നും കൈമാറ്റാൻ ഈ പാർട്ടിക്കാർ സമ്മതിക്കത്തില്ല. ഇപ്പോൾ തന്നെ കലി പൊട്ടി നിൽക്കുക പി ജയരാജൻ, ആ സെറ്റിനെ മൊത്തം ഒതുക്കിയില്ലേ. അപ്പോൾ ഇങ്ങനെ ഒരു ഭീകര അവസ്ഥയിലാണ് ഈ പാർട്ടി നിൽക്കുന്നത്. ഈ നമ്മളിപ്പോൾ അഗ്നിപർവ്വതം എന്നൊക്കെ പറയും. ഇത് പുറത്തേക്ക് വരുന്നത്, ഈ അഗ്നിപർവ്വതത്തിൻ്റെ ഒരു കുഴപ്പമുണ്ട്, നമുക്ക് അടുത്ത് നോക്കി നിൽക്കാൻ പറ്റില്ല. ഇത് പുറത്തേക്ക് വരുന്നത് മൊത്തം തീരെയല്ലേ. ഇതിപ്പോൾ ഈ പാർട്ടിക്കാരെല്ലാം പോയി ഈ കുഴിയിലോട്ട് നോക്കിയിരിക്കുക, ഇത് പൊങ്ങി വരുന്നുണ്ടോ, എന്താവും സ്ഥിതി എന്ന്. അതാണ് അവസ്ഥ. ഈ അഗ്നിപർവ്വതം പൊട്ടി പുറത്തേക്ക് വന്നാൽ നമ്മൾ കരുതുന്നതിലും അപ്പുറമുള്ള നേതാക്കൾ നിലം പൊത്തും.
ഈ കഴിഞ്ഞ 10 വർഷം പിണറായി വിജയൻ അധികാരത്തിൽ കയറിയതിന് ശേഷം ഈ CPM-ൻ്റെയും അതുപോലെ തന്നെ മുതിർന്ന CPM നേതാക്കളുടെയും മന്ത്രിമാരുടെയും MLA-മാരുടെയൊക്കെ അവസ്ഥ പിണറായിയെ ന്യായീകരിച്ച് ക്യാപ്സൂൾ ഇറക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവരവസാനം പറയുന്ന ഒരു വാക്കാണ്, ഈ പിണറായിയെ നിങ്ങൾക്കറിയില്ല. അതായത് പാർട്ടിയെ അറിയില്ല എന്ന് പറയുന്നത് പോലെ ഈ പിണറായിയെ നിങ്ങൾക്കറിയില്ല. അദ്ദേഹം ചിരിക്കാറില്ല, പക്ഷേ അദ്ദേഹം കരുത്തുറ്റ നേതാവാണ്. അദ്ദേഹം ഇല്ലാതെ വരുമ്പോൾ, അദ്ദേഹം ഈ പാർട്ടിയിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അദ്ദേഹത്തിൻ്റെ വില എന്തായിരുന്നു എന്നുള്ളത്. ഇന്നിപ്പോൾ നിങ്ങൾ അദ്ദേഹത്തെ വിമർശിക്കും, അദ്ദേഹത്തെ തള്ളിപ്പറയും, എതിർത്ത് പറയും. പക്ഷേ ഒരു നാൾ നിങ്ങൾ മനസ്സിലാക്കും പിണറായി ആരായിരുന്നു. വർഗീയതയെ എതിർക്കാൻ ഇവിടെ കേരളത്തിൽ പിണറായി എന്നൊരൊറ്റ ഒരാൾ മാത്രമേ ഉള്ളൂ എന്നുള്ള ഒരു പറച്ചിൽ അവസാനം പറഞ്ഞങ്ങ് വെപ്പിക്കുകയാണ്. ശരിയാണ്. ഏതൊരു മനോരോഗവും ചില മനോഗുണങ്ങളാണ് മറ്റുള്ളവരുടെ കണ്ണിൽ. ചില മനോരോഗം നമുക്കതൊരു മനോഗുണമായിട്ടേ കാണാൻ കഴിയൂ. ഇവിടെ ഈ പാർട്ടി നേതാക്കൾ പറയുന്നത് പിണറായി വിജയൻ്റെ ഇന്നലകളാണ് അദ്ദേഹത്തെ ഇത്തരത്തിലാക്കി തീർത്തത്. അദ്ദേഹത്തിൻ്റെ ഇന്നലകൾ കടുപ്പമുള്ളതായിരുന്നു. വളരെ യാതനകൾ അനുഭവിച്ചിട്ടുണ്ട്. നമുക്കറിയാം, വാളിൻ്റെ ഇടയിലൂടെ നടന്നു എന്നല്ല, അല്ലാതെയുള്ള യാതനകൾ. ഈ ഹിറ്റ്ലറുടെ കഥയിൽ മറ്റൊരു ട്വിസ്റ്റ് കൂടിയുണ്ട്. കാരണം ഹിറ്റ്ലർ അച്ഛൻ്റെ ഭാഗത്തുനിന്ന് വലിയ ക്രൂരതകൾ നേരിട്ടിട്ടുണ്ട്. വീട്ടിലെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ അനുഭവം. മറ്റൊന്ന്, അയാൾ ഭവനരഹിതനായിരുന്നു. 1-ാം ലോകമഹായുദ്ധത്തിൽ അയാൾ സൈന്യത്തിൽ സേവനമനുഷ്ഠിക്കുന്നു. അയാൾക്ക് പരിക്ക് പറ്റി. പിന്നീട് അയാളെ ഒരു മൂലയിലേക്ക് വലിച്ചെറിയുന്നു. അങ്ങനെ ഒരുപാട് പിന്നീട് അയാളെ ആ സൈന്യത്തിന് കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുന്നു. അങ്ങനെ വെറുപ്പ് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് മറ്റൊരു തലത്തിൽ അയാളുടെ ഒരു ആശയ രൂപീകരണത്തിന് കാരണമായി. വെറുപ്പിൽ നിന്നാണ് അയാൾ തൻ്റെ ആശയങ്ങൾ രൂപീകരിച്ചു തുടങ്ങിയത്. ആ വെറുപ്പ് ജൂതൻ ഗുമസ്തനാണ്, ഗുമസ്തൻ ജൂതനാണ് എന്ന് തുടങ്ങി ജൂതനിലേക്ക് തിരിഞ്ഞു. പിന്നീട് അയാൾക്ക് അശുദ്ധമായതൊക്കെ അയാൾക്ക് വെറുപ്പായി. ആ വെറുപ്പ് അയാളുടെ ജീവിതത്തിൻ്റെ ഭാഗമായി. പിന്നീട് അധികാരങ്ങളിലേക്ക് അയാൾ കടന്നു കയറുമ്പോൾ വെറുപ്പായിരുന്നു അയാളുടെ മുഖമുദ്ര. ആ വെറുപ്പ് അയാൾ പ്രകടിപ്പിച്ചത് എതിരാളികളെ കൊന്നും തനിക്ക് അസ്വീകാര്യമായവയെ തകർത്തും അശുദ്ധമായവ എന്ന് അയാൾ കരുതിയതിനെ നിർദ്ദയം കൊന്നൊടുക്കിയുമാണ്. അത് വെറുപ്പിൻ്റെ പ്രകടനമാണ്. അപ്പോൾ ഇത്തരം ചില ഘടകങ്ങളിൽ നിന്നാണ് നമുക്ക് ഭാവം വരുന്നത്. ആ ഭാവമായിരുന്നു നമ്മളന്ന് ഹിറ്റ്ലർ കണ്ടത്. അത് ഇപ്പോഴത്തെ ആർക്കെങ്കിലും ഉണ്ട് എന്നല്ല ഞാൻ പറയുന്നത്. അപ്പോൾ സമാനമായ തലത്തിൽ ചില ഭാവങ്ങൾ മറ്റുള്ളവർക്കും പടരാം. അതവരുടെ രീതിയിൽ നിന്നാവാം, അല്ലെങ്കിൽ വെറുപ്പ് സ്വാംശീകരിച്ച ജീവിതഘട്ടങ്ങളിൽ നിന്നാവാം. അല്ല, പക്ഷേ നമുക്ക് അങ്ങനെ നോക്കുകയാണെങ്കിലും ഇപ്പോഴുള്ള ജീവിച്ചിരിക്കുന്ന ചിലരുമായി നമ്മൾ ഇതിനെ കമ്പയർ ചെയ്ത് പറയുകയാണെങ്കിൽ ഇതുപോലെ യാതനകൾ സഹിച്ച ഒരുപാട് കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ വേറെയും ഉണ്ട്. അപ്പോൾ അവരുടെ ഭാവമാണോ അതോ മനോഭാവത്തിലെ വ്യത്യാസമാണോ എന്നുള്ളതൊരു സംശയമാണ്. അല്ല, അവർക്കൊന്നും ഇത്രയധികം ഒരു ഈ VS ഒക്കെ അതിക്രൂരമായി മർദ്ദനങ്ങൾ നേരിട്ട് വന്ന ഒരാളല്ലേ. നമുക്കറിയാം, നെൽസൺ മണ്ടേല ഒരു 1.5 പതിറ്റാണ്ടിലധികം ജയിലിൽ കിടന്ന ഒരു ലോക നേതാവാണ്. നെൽസൺ മണ്ടേലയ്ക്ക് അയാളെ ചതിച്ചവരുടെ കഥയറിയാം. അയാൾ എത്രമാത്രം പീഡിപ്പിക്കപ്പെട്ടു എന്നതിന് കണക്കില്ല. പക്ഷെ നെൽസൺ മണ്ടേല പുറത്തിറങ്ങി അദ്ദേഹത്തിന് ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കപ്പെടുന്ന ഘട്ടത്തിൽ എല്ലാവരെയും ചേർത്ത് പിടിച്ചു. പിന്നീട് തന്നെ അത്രയധികം ക്രൂശിച്ച, തന്നോട് അത്രയധികം ക്രൂരത കാട്ടിയ ആരോടും ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു പകയും അദ്ദേഹം വെച്ച് പുലർത്തിയില്ല. അതൊരു മണ്ടേലയുടെ കഥയാണ്. എന്തായാലും ഇപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞത് ചരിത്രങ്ങൾ പലതും പറയുമ്പോൾ ജീവിച്ചിരിക്കുന്നവരുമായോ എന്തെങ്കിലും സാദൃശ്യമുണ്ടോ ഇല്ലയോ എന്നൊക്കെ ജനങ്ങൾ തീരുമാനിക്കട്ടെ. എന്തായാലും ഞാൻ ഈ ചരിത്രം ഇവിടെ ആവർത്തിക്കാൻ കാരണം പിണറായി വിജയനെ ചിലർ വിശേഷിപ്പിക്കുന്നത് ചരിത്ര വിജയൻ എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇപ്പൊ 3-ാം ഭരണം കൂടി കിട്ടിയാൽ ഭരണം 3-ാം ഭരണം കിട്ടിയാലത്തെ ഒരവസ്ഥ അല്ല, അങ്ങനെ മഹാചരിത്ര വിജയം. അപ്പൊ ഇതിനപ്പുറത്തേക്ക് പോകും. അല്ല, നമ്മൾ ഇതിനെ ഒന്നും എതിർക്കേണ്ടതില്ല. കാരണം നമ്മൾ ബേസിക്കലി കാരണം കോൺഗ്രസും UDF-ഉം പോലും പറയുന്നത് അവന്റെ ഒരു ധൈര്യമെന്നാണ്, പിണറായിയെ പേടിക്കണം. അല്ല, തീർച്ചയായിട്ടും നമ്മൾ ഏതൊരു വ്യക്തിയിലും ഇപ്പോൾ ഒരു സ്വേച്ഛാധിപതിയാണ് എങ്കിൽ പോലും അവരിലും ചില മനോഗുണങ്ങളുണ്ട്. ആ മനോഗുണം ഒരു രാജ്യത്തെ സുരക്ഷിതമാക്കുന്നു എങ്കിൽ, ഒരു രാജ്യത്തെ പ്രജകളെ അവരിച്ഛിക്കുന്ന രീതിയിൽ കൊണ്ടുപോകാൻ കഴിയുന്നുവെങ്കിൽ, അതാണ് ജനം അഭിലഷിക്കുന്നതെങ്കിൽ അതിനൊപ്പം ചേർന്ന് നിൽക്കണം. കാരണം ജനത്തിൻ്റെ
ഒരു ആഗ്രഹമാണ്. വില്ലന്മാരൊക്കെ ഇപ്പൊ ഇന്നത്തെ കാലത്ത് നായകരാകുന്ന കാഴ്ചയുണ്ട്. രാവണനും ഹിറ്റ്ലറും ഒക്കെ നല്ല വശങ്ങൾ അവർക്കുണ്ട് എന്ന് ഇപ്പോൾ ഈ പുതിയ ജെൻസി പിള്ളേരോട് പറഞ്ഞ് മനസ്സിലാക്കുന്ന ചില റീലുകളൊക്കെയാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ വില്ലന്മാരൊക്കെ നായകരാണ്. നമുക്കറിയില്ല യഥാർത്ഥ വില്ലന്മാർ പലരും നായകന്മാരും യഥാർത്ഥ നായകന്മാർ പലരും വില്ലന്മാരുമാണ്. ഇതൊന്നും നിർവചിക്കാനോ ഇതൊക്കെ സത്യമാണ് എന്ന് ഉറപ്പിക്കാനോ നമുക്ക് അവകാശമില്ല. നമുക്ക് ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കാം. കാരണം ഇവിടെ നമുക്കറിയാം പാർട്ടി പ്രജകൾ അല്ലെങ്കിൽ പാർട്ടി അടിമകൾ എന്നൊക്കെ പറയുന്നവർ പറയുന്നത് ഭാവിയും ഭൂതവും വർത്തമാനവുമൊക്കെ നമ്മുടെ കാരണഭൂതനാണെന്നാണ്. അപ്പോൾ ഭാവിയും ഭൂതവും വർത്തമാനവും ഒരു വ്യക്തിയിലേക്ക് കേന്ദ്രീകരിക്കപ്പെടുമ്പോൾ അവിടെ വ്യവസ്ഥാപിതമായ ആശയസംഹിത ഒരു വ്യക്തിയുടെ ഇഷ്ടത്തിലേക്ക് മാറുമ്പോൾ അതിനെ നമുക്ക് സ്വേച്ഛാധിപത്യം എന്ന് വിളിക്കാം, അവിടെ അതിനെ നമുക്ക് ക്യാപ്റ്റൻസി എന്ന് വിളിക്കാം, അതിനെ നമുക്ക് ഇരട്ടച്ചങ്കൻ എന്ന് വിളിക്കാം. എന്തായാലും കാത്തിരിക്കാം. പക്ഷെ കൊട്ടത്തേങ്ങയാണെന്ന് പറയുന്നുണ്ട് മാധ്യമങ്ങൾ. കാരണം ചോദ്യങ്ങൾ ചോദിച്ചാൽ പോലും മറുപടി പറയാൻ കഴിയില്ല. എന്തായാലും നമുക്ക് കാത്തിരിക്കാം എന്താണ് സംഭവിക്കുക എന്നുള്ളത്. മൂന്നാം തവണയാണെങ്കിൽ ഇതിനേക്കാൾ വലിയ ഏകാധിപത്യം നമ്മൾ കാണേണ്ടി വരും. എന്തായാലും ജനങ്ങൾ തീരുമാനിക്കട്ടെ. തീർച്ചയായിട്ടും. അവർക്ക് വിട്ടുകൊടുക്കാം. നമസ്കാരം.